ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ലെറ്റ്സ് മൈൽ PSC. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 10ാമത്തെ പാഠഭാഗമായിട്ടുള്ള ബജറ്റ് വികസനത്തിൻ്റെ നേർരേഖ എന്നുള്ളതാണ്. പാഠഭാഗത്ത് ആദ്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് കുടുംബ ചെലവ് എന്താണെന്നുള്ളതാണ്. ഒരു കുടുംബം ഭക്ഷ്യേതര ഉപഭോഗത്തിനും ഒരു നിശ്ചിത കാലയളവിൽ ചിലവഴിക്കുന്ന ആകെ തുകയാണ് കുടുംബ ചിലവ്. കുടുംബത്തിലെ എല്ലാ ചിലവുകളും നമുക്ക് മുൻകൂട്ടി നിശ്ചയിക്കാൻ കഴിയില്ല. അതുകൊണ്ട് കുടുംബ ചിലവുകളെ ഇങ്ങനെ തരംതിരിക്കാം: കുടുംബ ചെലവ്, പ്രതീക്ഷിത ചെലവ്, അപ്രതീക്ഷിത ചിലവ്. ഇനി പ്രതീക്ഷിത ചിലവുകൾ എന്തൊക്കെയാണ്? നിശ്ചിത കാലയളവിനുള്ളിൽ ഒരു കുടുംബത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ചിലവുകളാണ് പ്രതീക്ഷിത ചെലവ്. പ്രതിമാസം, പ്രതിവർഷം എന്നിങ്ങനെ അത് കണക്കാക്കാവുന്നതാണ്. ഉദാഹരണം ആഹാരം, വൈദ്യുതി ബിൽ തുടങ്ങിയവ. അപ്രതീക്ഷിത ചെലവ്: നിശ്ചിത കാലയളവിനുള്ളിൽ ഒരു കുടുംബത്തിന് മുൻകൂട്ടി നിശ്ചയിക്കാൻ കഴിയാത്തതും ആകസ്മികമായി ഉണ്ടാകുന്നതുമായ ചെലവുകളാണ് അപ്രതീക്ഷിത ചെലവുകൾ. ഉദാഹരണം പ്രകൃതിക്ഷോഭം, രോഗങ്ങൾ തുടങ്ങിയവ. കുടുംബ വരുമാനം: ഒരു നിശ്ചിത കാലയളവിൽ ഒരു കുടുംബത്തിന് വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന ആകെ വരുമാനമാണ് കുടുംബ വരുമാനം. വരുമാനം കാര്യക്ഷമമായി വിനിയോഗിക്കുന്നതിലൂടെ സമ്പാദ്യശീലം വളർത്തുന്നതിനും അപ്രതീക്ഷിത ചെലവുകൾ നേരിടുന്നതിനും ജീവിത നിലവാരം ഉയർത്തുന്നതിനും കഴിയും. കുടുംബ ബജറ്റ്: നിശ്ചിത കാലയളവിലേക്കുള്ള ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷിത വരവും ചിലവും ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന ധനരേഖയാണ് കുടുംബ ബജറ്റ്. പ്രതിമാസത്തിലേക്കോ പ്രതിവർഷത്തിലേക്കോ തയ്യാറാക്കാവുന്ന കുടുംബ ബജറ്റ് കുടുംബത്തിൻ്റെ വലിപ്പവും വരുമാനവും ആവശ്യങ്ങളും അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുടെയും അഭിപ്രായങ്ങൾ പരിഗണിച്ചുകൊണ്ട് വേണം കുടുംബ ബജറ്റ് തയ്യാറാക്കേണ്ടത്. കൃത്യമായ ഇടവേളകളിൽ ബജറ്റിലെ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നതിലൂടെ കുടുംബത്തിന് സാമ്പത്തിക ഭദ്രതയും ക്ഷേമവും കൈവരിക്കാൻ കഴിയും. വരവ് ചെലവിനേക്കാൾ കൂടുതലാവുകയോ വരവും ചെലവും തുല്യമാവുകയോ ചെയ്യുമ്പോഴാണ് കുടുംബ ബജറ്റ് സുസ്ഥിരമാകുന്നത്. ഇനി എന്താണ് പൊതുചെലവ് എന്ന് നോക്കാം. വികസനേതര പ്രവർത്തനങ്ങൾക്കായി സർക്കാർ ചെലവഴിക്കുന്ന ധനമാണ് പൊതുചെലവുകൾ. സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ വിപുലമാകുന്നതനുസരിച്ച് പൊതുചെലവുകളും വർദ്ധിക്കും. പൊതുചെലവുകളെ രണ്ടായി തരംതിരിക്കാം: വികസന ചിലവുകൾ, വികസനേതര ചിലവുകൾ. ഡെവലപ്മെൻ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് നോൺ ഡെവലപ്മെൻ്റൽ എക്സ്പെൻഡിച്ചർ. എന്താണ് വികസന ചിലവുകളെന്ന് നോക്കാം. രാജ്യത്തിൻ്റെ സാമ്പത്തികവും സാമൂഹികമായ വികസനവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ചെലവുകളെ വികസന ചെലവുകൾ എന്ന് വിളിക്കുന്നു. ഇവ രാജ്യത്തിൻ്റെ ഉൽപ്പാദനത്തെയും യഥാർത്ഥ സമ്പദ് വ്യവസ്ഥയെയും ഉത്തേജിപ്പിച്ച് സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയ സംഭാവന നൽകുന്നതിനാൽ ഇവ ഉൽപ്പാദന ചെലവുകൾ എന്നും അറിയപ്പെടുന്നു. റോഡ്, പാലം, തുറമുഖം എന്നിവ നിർമ്മിക്കുക, പുതിയ സംരംഭങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരംഭിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾക്കുള്ള സർക്കാർ ചെലവുകളാണ് വികസന ചെലവുകളായി കണക്കാക്കുന്നത്. വികസനേതര ചെലവുകൾ, നോൺ ഡെവലപ്മെൻ്റൽ എക്സ്പെൻഡിച്ചർ. രാജ്യ താൽപ്പര്യത്തിനും പൊതുസേവനങ്ങൾക്കുമായി സർക്കാർ നിരന്തരം വഹിക്കുന്ന ചെലവുകളാണ് വികസനേതര ചെലവുകൾ. പ്രതിരോധം, പലിശ, പെൻഷൻ, മഹാമാരി, പ്രകൃതി ദുരന്തം തുടങ്ങിയവയിലേക്കുള്ള ചെലവുകൾ ഇതിൽ പെടുന്നു. പൊതുവരുമാനം: വികസനക്ഷേമ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിന് സർക്കാരിന് ധാരാളം പണം ആവശ്യമായി വരുന്നു. ഇത്തരം ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി വിവിധ സ്രോതസ്സുകളിൽ നിന്ന് സർക്കാർ സമാഹരിക്കുന്ന ധനമാണ് പൊതുവരുമാനം. ഇത് സർക്കാർ ബജറ്റിൻ്റെ ഒരു പ്രധാന ഘടകമാണ്. സർക്കാരിൻ്റെ വരുമാന മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് ആലോചിച്ച് നോക്കൂ. പ്രധാനമായ 2 സ്രോതസ്സുകളിൽ നിന്നാണ് സർക്കാർ വരുമാനം കണ്ടെത്തുന്നത്. പൊതുവരുമാനം 2 രീതിയിലാണ് ലഭിക്കുന്നത്: നികുതി വരുമാനവും നികുതിയേതര വരുമാനവും. നികുതി വരുമാനം നികുതിയിലൂടെ ലഭിക്കുന്ന വരുമാനമാണ്. അത് പ്രത്യക്ഷ നികുതിയും പരോക്ഷ നികുതിയും ഉണ്ട്. എന്താണ് പ്രത്യക്ഷ നികുതി എന്ന് നോക്കാം. നികുതി ആരിലാണോ ചുമത്തിയിരിക്കുന്നത് ആ വ്യക്തി തന്നെ ഒടുക്കുന്ന നികുതിയാണ് പ്രത്യക്ഷ നികുതി. അതായത് നികുതിദായകൻ തന്നെ നികുതി ഭാരം വഹിക്കുന്നു എന്നർത്ഥം. ആദായ നികുതി, കെട്ടിട നികുതി എന്നിവ പ്രത്യക്ഷ നികുതിക്ക് ഉദാഹരണമാണ്. എന്തൊക്കെയാണ്? ആദായ നികുതി, കെട്ടിട നികുതിയൊക്കെ പ്രത്യക്ഷ നികുതിക്ക് ഉദാഹരണമാണ്. എന്താണ് പരോക്ഷ നികുതി? ഒരാളുടെ മേൽ ചുമത്തപ്പെടുന്ന നികുതി ഭാഗികമായോ പൂർണ്ണമായോ മറ്റൊരാൾ നൽകേണ്ടി വരുന്നു. വിൽപ്പന നികുതി, വിനോദ നികുതി എന്നിവ ഉദാഹരണങ്ങളാണ്. അപ്പം പരോക്ഷ നികുതിക്ക് ഉദാഹരണങ്ങളാണ് വിൽപ്പന നികുതി, വിനോദ നികുതി എന്നിവ. ഇനി നികുതിയേതര വരുമാനങ്ങളിൽ എന്തൊക്കെ പെടും? നികുതിയിലൂടെ അല്ലാതെ മറ്റ് സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനമാണ് നികുതിയേതര വരുമാനം. ഫോർ എക്സാമ്പിൾ ഫീസ്, പിഴ, ഗ്രാൻഡ്, ലാഭം, പലിശ ഇതൊക്കെ. ഇനി എന്താണ് നികുതി എന്ന് നോക്കാം. ക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ എന്നിങ്ങനെ പൊതു താൽപ്പര്യത്തിന് വേണ്ടി ചെലവുകൾ വഹിക്കാനായി ജനങ്ങൾ സർക്കാരിന് നിർബന്ധമായി നൽകേണ്ട
പണമാണ് നികുതി. നികുതി നൽകുന്ന വ്യക്തിയെ നികുതിദായകൻ എന്ന് വിളിക്കുന്നു. ക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ എന്നിങ്ങനെ പൊതു താൽപ്പര്യത്തിന് വേണ്ടിയുള്ള ചിലവുകൾ വഹിക്കാനായി ജനങ്ങൾ സർക്കാരിന് നിർബന്ധമായി നൽകേണ്ട പണമാണ് നികുതി. ഇനി ചരക്ക് സേവന നികുതി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1 മാർക്ക് പരീക്ഷയ്ക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഭാഗത്തുനിന്ന് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക. ചരക്ക് സേവന നികുതി അഥവാ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, GST. രാജ്യത്ത് ഒറ്റ നികുതി എന്ന തത്വം നടപ്പിലാക്കുന്നതിന് ഭരണഘടനയിലെ 101 ഭേദഗതി പ്രകാരം 2017 ജൂലൈ 1 മുതൽ നിലവിൽ വന്ന ഏകീകൃത പരോക്ഷ നികുതി സമ്പ്രദായമാണ് ചരക്ക് സേവന നികുതി അഥവാ GST. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക, 101 ഭേദഗതി പ്രകാരമാണ് വന്നിട്ടുള്ളത്. 2017 ജൂലൈ 1 മുതലാണ് നിലവിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഏകീകൃത പരോക്ഷ നികുതി സമ്പ്രദായമാണ് ചരക്ക് സേവന നികുതി അഥവാ GST. ഒരു സാമ്പത്തിക വർഷം വിറ്റുവരവ് സർക്കാർ നിശ്ചയിക്കുന്ന തുകയിൽ കൂടുതലാണെങ്കിൽ വ്യാപാരികൾ നിർബന്ധമായും GST രജിസ്ട്രേഷൻ എടുക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ എന്താണ്, അതായത് വ്യാപാരികൾക്ക് ഒരു എല്ലാത്തിനും ഓരോ ഇതുണ്ടാവുമല്ലോ, ഇത്രയ്ക്കുള്ളിൽ അല്ലെങ്കിൽ 1 ലക്ഷത്തിനുള്ളിൽ, 10 ലക്ഷത്തിനുള്ളിൽ, 50 ലക്ഷത്തിനുള്ളിൽ അല്ലാതെ അതിനേക്കാൾ കൂടുതലായിട്ടുള്ള വരുമാനം ഉള്ള വ്യാപാരികൾ തീർച്ചയായിട്ടും GST രജിസ്ട്രേഷൻ എടുക്കേണ്ടതാണ്. നിലവിൽ 0%, 5%, 12%, 18%, 28% എന്നിങ്ങനെയുള്ള നിരക്കുകളിലാണ് ഉപഭോക്താവ് GST നൽകേണ്ടത്. ഇത്തരത്തിൽ ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കുന്ന വിവിധ നിരക്കിലുള്ള നികുതികൾ വ്യാപാരികൾ സർക്കാരിലേക്ക് അടയ്ക്കേണ്ടതാണ്. കാലാനുസൃതമായി GST നിരക്കിൽ മാറ്റം വരാവുന്നതുമാണ്. ബജറ്റ്. ഒരു സാമ്പത്തിക വർഷത്തിൽ സർക്കാർ പ്രതീക്ഷിക്കുന്ന ചെലവും വരവും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തയ്യാറാക്കുന്ന ധനരേഖയാണ് ബജറ്റ്. നമ്മുടെ രാജ്യത്ത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയുള്ള ഒരു സാമ്പത്തിക വർഷത്തേക്കാണ് ബജറ്റ് തയ്യാറാക്കുന്നത്. ധനകാര്യമന്ത്രിയാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 112 പ്രകാരം രാജ്യത്തിൻ്റെ വാർഷിക സാമ്പത്തിക ഓഡിറ്റ് കൂടിയാണ് കേന്ദ്ര ബജറ്റ്. അപ്പം ബജറ്റിനെ പറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള ആർട്ടിക്കിൾ 112 ആണ്. എന്താണ് 112 പറയുന്നത്? രാജ്യത്തിൻ്റെ വാർഷിക സാമ്പത്തിക ഓഡിറ്റ് കൂടിയാണ് കേന്ദ്ര ബജറ്റ് എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 112. ബജറ്റുകൾ പലതരം. വരവ് ചെലവുകളുടെ അടിസ്ഥാനത്തിൽ ബജറ്റുകളെ 3ആയി തിരിക്കാം. മിച്ച ബജറ്റ്, സന്തുലിത ബജറ്റ്, കമ്മി ബജറ്റ്. എന്താണ് മിച്ച ബജറ്റ് അഥവാ സർപ്ലസ് ബഡ്ജറ്റ്? വരവ് കൂടുതൽ ചിലവ് കുറവ്, അതായത് ചിലവിനേക്കാൾ കൂടുതൽ വരവുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ബജറ്റിനെയാണ് നമ്മൾ മിച്ച ബജറ്റ് അഥവാ സർപ്ലസ് ബജറ്റ് എന്ന് വിളിക്കുന്നത്. ഇനി സന്തുലിത ബജറ്റ് അഥവാ ബാലൻസ്ഡ് ബജറ്റ് എന്ന് പറഞ്ഞാൽ വരവും ചിലവും തുല്യമായിട്ടുള്ള ബജറ്റുകളെയാണ് സന്തുലിത ബജറ്റ് എന്ന് വിളിക്കുന്നത്. അടുത്താണ് കമ്മി ബജറ്റ് അഥവാ ഡെഫിസിറ്റ് ബജറ്റ്. വരവ് കുറവും ചിലവ് കൂടുതലും. ഓക്കെ, എന്താണ്, ചിലവ് കൂടുതലായിട്ടുണ്ടാകും പക്ഷേ അതിനേക്കാളും കുറവായിട്ടായിരിക്കും വരവുണ്ടാവുക. ഓക്കെ, അങ്ങനെയുള്ള ബജറ്റുകളെയാണ് നമ്മൾ കമ്മി ബജറ്റ് എന്ന് വിളിക്കുന്നത്. ബജറ്റിൻ്റെ ഉത്ഭവം. ബോഗറ്റ് എന്ന ഫ്രഞ്ച് വാക്കിൽ നിന്നാണ് ബജറ്റ് എന്ന വാക്കിൻ്റെ ഉത്ഭവം. ചെറിയ ബാഗ് അല്ലെങ്കിൽ സഞ്ചി എന്നാണ് ഇതിൻ്റെ അർത്ഥം. സർക്കാരിൻ്റെ ധനകാര്യ രേഖകൾ അടങ്ങുന്ന ഒരു സഞ്ചി എന്ന അർത്ഥത്തിലാണ് ബജറ്റ് എന്ന പദം രൂപം കൊണ്ടത്. 11ാം നൂറ്റാണ്ടിലാണ് ബജറ്റിൻ്റെ ആദ്യ അവതരണം നടന്നത്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത് ധനകാര്യമന്ത്രിയായിരുന്ന RK ഷൺമുഖം ചെട്ടിയാണ്. അപ്പം ഇന്ത്യയിലെ ആദ്യത്തെ ബജറ്റ് അവതരിപ്പിച്ചത് RK ഷൺമുഖം ചെട്ടിയാണ്. അപ്പം ആദ്യത്തെ പാർലമെൻറ്റിലുണ്ടായിരുന്ന ധനകാര്യമന്ത്രിയായിരുന്നു RK ഷൺമുഖം ചെട്ടി. ഇനി എന്താണ് പൊതുകടമെന്ന് നോക്കാം. വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കുവാനും ഭരണപരമായ വിവിധ ആവശ്യങ്ങൾ നിറവേറ്റുവാനും വരുമാനം തികയാതെ വരുമ്പോൾ ഗവൺമെൻറ്റിന് കടമെടുക്കേണ്ടി വരും. ഇത്തരത്തിൽ സർക്കാർ വാങ്ങുന്ന വായ്പകളാണ് പൊതുകടം. രാജ്യത്തിനകത്തു നിന്നും പുറത്തു നിന്നും വായ്പകൾ വാങ്ങാറുണ്ട്. ഇവ യഥാക്രമം ആഭ്യന്തര കടം, വിദേശ കടം എന്നിങ്ങനെ അറിയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ എന്താണ്, നമുക്ക് ഒരു രാജ്യത്തിനുള്ളിൽ ഇൻറ്റേർണലായിട്ടും നമുക്ക് കടമെടുക്കാം, അതുപോലെ തന്നെ പുറത്ത് മറ്റ് രാജ്യങ്ങളിൽ നിന്നും കടമെടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ ആഭ്യന്തരമായിട്ട് അല്ലെങ്കിൽ ഇൻറ്റേർണലി എടുക്കുന്ന കടത്തെ നമ്മൾ ആഭ്യന്തര കടമെന്നും മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് എടുക്കുന്നതിന് വിദേശ കടമെന്നും പറയുന്നു. നമുക്ക് നോക്കാം, എന്താണ് ആഭ്യന്തര കടം. രാജ്യത്തിനകത്തുള്ള വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും സർക്കാർ വാങ്ങുന്ന വായ്പകളാണ് ആഭ്യന്തര കടം. ഇനി എന്താണ് വിദേശ കടം. വിദേശ ഗവൺമെൻറ്റുകളിൽ നിന്നും അന്തർദേശീയ സ്ഥാപനങ്ങളിൽ നിന്നും വാങ്ങുന്ന വായ്പകളാണ് വിദേശ കടം. ഇത്തരം വായ്പകളുടെ ഉൽപാദനക്ഷമമായ ഉപയോഗം വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിനും അതുവഴി വരുമാന വർധനവിനും പൊതുകടം കുറയ്ക്കുന്നതിനും സഹായമാകുന്നു. ഇനി ധനനയം അഥവാ ഫിസ്ക്കൽ പോളിസി. പൊതുവരുമാനം, പൊതുചിലവ്, പൊതുകടം എന്നിവയെ സംബന്ധിച്ച സമഗ്രമായ സർക്കാർ നയമാണ് ധനനയം.
ധനകാര്യ വകുപ്പ് തയ്യാറാക്കുന്ന ഈ നയം നടപ്പിലാക്കുന്നത് ബജറ്റിലൂടെയാണ്. നിലവിലെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനും സാമ്പത്തിക സ്ഥിരത കൈവരിക്കുന്നതിനും ഗവൺമെൻറ്റിന് മാർഗനിർദ്ദേശം നൽകുന്ന ഒരു നയം കൂടിയാണ് ഇത്. ഇനി ധനനയത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെ? സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുക, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, അധിക ചിലവുകൾ നിയന്ത്രിക്കുക, വരുമാന വിതരണത്തിലെ അസമത്വം ഇല്ലാതാക്കുക. ഇതൊക്കെയാണ് ധനനയത്തിലെ ലക്ഷ്യങ്ങൾ. സംഘടനകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, സംസ്ഥാനം, രാജ്യം എന്നിവ ബജറ്റ് തയ്യാറാക്കി പ്രവർത്തിക്കുന്നത് വഴി വികസനക്ഷേമ കാര്യങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിനും സുസ്ഥിര വികസനം കൈവരിക്കുന്നതിനും സഹായകമാകുന്നു. ഓക്കെ, ഇതൊരു വളരെ ചെറിയൊരു ചാപ്റ്ററാണ്. പക്ഷേ ഇതിൽ കുറച്ച് കാര്യങ്ങൾ, ഒന്ന് രണ്ട് ഡെഫിനിഷൻസ് എല്ലാം, ഒന്ന് രണ്ടല്ല കുറച്ചധികം ഡെഫിനിഷൻസ് ഉണ്ട്. അതെല്ലാം കൃത്യമായിട്ട് പഠിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എക്കണോമിക്സ് ഭാഗത്ത് നിന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഒരു മാർക്ക് നേടാൻ ഈ ഒരു പാഠം നിങ്ങളെ സഹായിക്കും.